നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മയോണൈസും അതേപോലെ തന്നെ എഗ്ഗും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എഗ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോല് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടയൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. നല്ലപോലെ എന്ന് പറയുമ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിയാക്കാൻ നിൽക്കരുത്, അപ്പോൾ പേസ്റ്റ് പോലെയാവും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണമാണ് പറഞ്ഞത്, നമ്മൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇതേപോലെ നല്ലപോലെ നമുക്ക് പറ്റാവുന്നത്ര പൊടിയായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കാം. മുട്ട ഞാൻ ദേ ഇപ്പോൾ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ പൊടി പോലെ തന്നെ ഒട്ടും വലിയ പീസസ് ഒന്നും ഇല്ലാതെ ചെറുതായിട്ട് തന്നെ നല്ല പോലെ ഉടച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉടച്ചെടുക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റ് രൂപത്തിലാവും, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നല്ല തിക്കായിട്ട് വൈറ്റ് കളറിലുള്ള എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസ് ആണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല വൈറ്റ് കളറിൽ നല്ല തിക്കായിട്ടാണ് മയോണൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അപ്പോൾ ഒന്ന് പോയി കാണാം എല്ലാവരും. അപ്പോൾ അത് മയോണൈസും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ 2 ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങളും, അതായത് ഈ ബ്രൗൺ കളറിലുള്ള 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം 2 ബ്രെഡിൻ്റെയും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ പിന്നീട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷം എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 4 ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡും അതേപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മയോണൈസിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർ ഒന്ന് ഇതേപോലെ തേച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഫില്ലിങ് ആവശ്യമുണ്ട്, എത്ര തിക്നെസ് വേണം, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു നൈഫോ അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ ഒരു തിക്നെസ്സിൽ വരുന്ന വിധത്തിൽ നമ്മളിത് നല്ല പോലെ ഇതങ്ങ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു മയോണൈസ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ചേരുവകൾ മാത്രം മതി. അതേപോലെ തന്നെ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു, അപ്പോൾ അതും എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ ഒരു തിക്നെസ്സിൽ തന്നെ കണ്ടില്ലേ, നല്ലൊരു ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മയോണൈസ് തേച്ച് വെച്ചിരുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കട്ട് ചെയ്യുന്നതും അല്ലാത്തതും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.